മനുഷ്യൻ ഉറക്കത്തിലൂടെ മരണത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇശാനിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഉറങ്ങേണ്ട നേരമാണ്. അതിനിടയിൽ കവിതയുമായി ബന്ധപ്പെട്ട കവിതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ, കവികളെ പിൻപറ്റുന്നത് വഴിപിഴച്ചവരാണ്. എന്തെന്നറിയോ? കവികളിൽ അധികവും നുണ പറയുന്നവരാണ്. കാരണം കാവ്യത്തിന് രസം കൂട്ടാൻ വേണ്ടി ഭാവനാവിലാസത്തിൽ പലതും പറയും, അതൊക്കെ നുണയായിരിക്കും. അങ്ങനെയല്ലേ? പെണ്ണിനോട് പ്രേമുണ്ടായിട്ട് പറയാ മൈ തെരെ ലിയേ സിതാരെ തോട് കെ ലാഊംഗാ, അല്ലേ? സാത്തോ ജനം മൈ തെരെ, ഞാൻ 7 ജന്മങ്ങളിലും നിന്റെ കൂടെ ആയിരിക്കും. ഒരൊറ്റ ജന്മത്തിൽ തന്നെ നിൽക്കൂല മുഴുവൻ. വെറുതെ ഒരു വേറെ പെണ്ണിനെ കണ്ടവൻ പോവും ചെയ്യും. ഒരു പ്രേമം കഴിഞ്ഞാൽ അടുത്ത പ്രേമം, അത് കഴിഞ്ഞാൽ വേറെ പ്രേമം. എന്നിട്ട് സാത്തോ ജനം മേ തെരെ സാത്ത് രഹൂംഗാ യാർ. എന്താ ഈ പച്ച നുണയല്ലേ പറയുന്നത്? പച്ചയായ നുണ വിളിച്ച് പറയാം. അതുകൊണ്ടാണ് കവികൾ പറയുന്നത് നുണയാണെന്ന് ഖുർആൻ പറയാൻ കാരണം. സിതാരെ തോടുക്കേലാവുക, ആകാശത്തിന് നക്ഷത്രം നിനക്ക് വേണ്ടി ഞാൻ പറിച്ചു കൊണ്ടുവന്നേരാ എന്നൊക്കെ പറയണത്. എന്തൊക്കെ നുണകൾ! അതുകൊണ്ടാണ് അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. ഒരിക്കലും അവർ ചെയ്യാത്തതായി പറയുള്ളൂ. ഒരു അഡ്രസ്സുമില്ലാത്ത പച്ച നുണയായിരിക്കും ഇവർ പറയാ. അവരുടെ അസംബന്ധങ്ങളാണ് അവരുടെ കവിതകൾ എന്നൊക്കെ ഖുർആൻ പറയാൻ കാരണം അതാണ്. അങ്ങനത്തെ ഒരു കവിതയാണ് ഒരാൾ ചൊല്ലുന്നതെങ്കിൽ എപ്പോ? ഇശാ ഉൽ ആഖിറ, നമ്മളെ മഗ്രിബ് കഴിഞ്ഞിട്ടുള്ള ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം മൻ ഖറള ബൈതൻ മിനശ്ശിഅരി ബഅദ സ്വലാത്തിൽ ഇശാഇൽ ആഖിറ, സത്യവിശ്വാസികളും വിശ്വാസിനികളും വിദ്യാർത്ഥിനികളും യുവാക്കളും യുവതികളും എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. മൻ ഖറള ബൈതൻ മിനശ്ശിഅരി ബഅദ സ്വലാത്തിൽ ആഖിറ, ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അസംബന്ധമായ ഇതുപോലെയുള്ള ഒരു കവിതയാണ് ഒരാൾ ചൊല്ലുന്നതെങ്കിൽ, ഉണ്ടാക്കുന്നതെങ്കിൽ, എഴുതുന്നതെങ്കിൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തു തിൽക്കൽ ലൈല, ആ രാത്രിയിലെങ്ങാനും അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു ആ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമ കണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ, വെസ്റ്റേൺ ഫിലിംസ്, ബോളിവുഡ്, ഹോളിവുഡ്, കൊല്ലിവുഡ്, എന്തൊക്കെ സുബ്ഹാനല്ലാഹ്. ഹലാലിവുഡ് വല്ലതും കണ്ടിട്ടുണ്ടോ നമ്മൾ? ഒരു ഹലാലിവുഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇശാ കഴിഞ്ഞിട്ട് സിനിമ കണ്ടിരുന്നാൽ ഒന്ന് ഇതുപോലെയുള്ള ആളുകൾക്ക് ഇന്നൽ ലഈമ അനിൽ മകാരിമി യുശ്ഗലു എന്നാ പറയാ. ഇന്നൽ ലഈമ അനിൽ മകാരിമി യുശ്ഗലു, തിന്മ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്യാൻ അള്ളാഹു അവസരം കൊടുക്കൂല. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ എങ്ങാനും സുബഹിക്ക് മുമ്പ് നിസ്കരിച്ച് തഹജ്ജുദുമാവാമെന്ന് വിചാരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു കവിതയുടെ പേരിൽ, എങ്ങനത്തെ കവിത? ഞാൻ നേരത്തെ പറഞ്ഞു. ഇതാണ് കഥയെങ്കിൽ നമ്മൾ ഈ രാത്രിയൊക്കെ സിനിമ കണ്ടിരുന്ന്, സിനിമയുടെ കഥ ഇതാണെങ്കിൽ വളരെ മോശപ്പെട്ട, വളരെ 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 അശ്ലീലങ്ങൾ നിറഞ്ഞ വീഡിയോകളോ അല്ലാത്തതോ ആണ് കാണുന്നതെങ്കിൽ എത്രയാണ് മുഅ്മിനെ അതിൻ്റെ ഗൗരവം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മളെ ഫർള് വരെ സ്വീകരിക്കുമോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹു നൽകട്ടെ. മനുഷ്യൻ്റെ മനസ്സുകളെ മലിനപ്പെടുത്തുന്ന പിശാചിൻ്റെ മന്ത്രങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെ. വിശുദ്ധമായ ഖുർആൻ ഇതുപോലെ വിഷയങ്ങൾ പാടില്ലെന്ന് പറയുന്ന ആദ്യത്തെ തെളിവ് സൂറത്തുൽ ലുഖ്മാനിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസുവൻ ഉലൈക ലഹും അദാബും മുഹീൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട് മൻ യശ്തരി ലഹുവൽ ഹദീസ്, അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ലഹുൽ ഹദീസ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട്. ചില ആളുകൾ ഡ്യൂട്ടി അടച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നവരും ഉണ്ട്. എനിക്ക് അർത്ഥം വെക്കേണ്ടിരുപ്പോ എന്താണ് ഈ ലഹുൽ ഹദീസ്? ലിയുദില്ല അൻ സബീലില്ലാഹ്. ഈ ഡിവൈസുകളെല്ലാം വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് മക്കളെയും ഭാര്യയെയും ഉമ്മയെയും വഴിതെറ്റിക്കാൻ എത്ര വല്യപ്പാര് വല്യമാര് ഒരു സിനിമയും കാണാതെ നടന്നവരെ വീട്ടിൽ മക്കൾ സിനിമയും കേബിളും വെച്ച് കൊടുത്തപ്പോൾ ആ റിമോട്ടും വെച്ചിരിക്കുന്ന എത്ര റിട്ടയർഡായ ആൾക്കാരുണ്ടെന്ന് അപ്പോഴത്തെ കാലത്ത്. എന്തൊരു അപകടം! വല്യമ്മക്ക് വരെ അറിയില്ല നടന്മാർ. വല്യമ്മ കഥ അങ്ങോട്ട് പറഞ്ഞുതരും ബാക്കി എന്താ സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്.
എന്തൊരു വല്ലാത്തൊരു കാലം റബ്ബേ. പ്രായമുള്ളവരൊക്കെ ഒരു മാതൃകയായി നിൽക്കേണ്ടിടന്നൊക്കെ പോയിട്ട് ഒരാദ്യ അവല് സൊഫില് എന്തൊരു ഉഷാറില്ല 3 മണിക്കൂറൊക്കെ സിനിമ കണ്ട് റബ്ബേ ടൈം പോയത് അറിഞ്ഞില്ല. എന്താ പറയാ, എന്തൊരു ഖുശൂആന. നിസ്കാരത്തിൽ ഇമാമെങ്ങാനും ഒരു ഇഖ്റ ബിസ്മി മുഴുവൻ ഓതിക്കഴിഞ്ഞാൽ ഇമാമിനെ പിരിച്ചുവിടും. ഇത്ര നിൽക്കാൻ വയ്യ കാലമുണ്ട് എന്ന് പറഞ്ഞിട്ട്. യാ അല്ലാഹ്, ليضل عن سبيل الله بغير علم ويتخذها هزوا. സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് അജ്ഞതയാൽ മനുഷ്യനെ വഴിതെറ്റിക്കുകയും അള്ളാഹുവിന്റെ വചനങ്ങളെ തമാശയാക്കാനും വേണ്ടി ലഹുൽ ഹദീസ് വാങ്ങിച്ചു വെക്കുന്ന ആളുകളുണ്ട്. എന്താണ് ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ? എന്താ ലഹുൽ ഹദീസ്? സ്വഹാബികളിൽ 3 സ്വഹാബിമാര്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, 3 പ്രഗൽഭരായ സ്വഹാബിമാർ. ഇതിന് കൊടുത്ത അർത്ഥം ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അൽ ഖിനാ, പാട്ടുകളാണ്. സിനിമയൊക്കെ പിന്നെ എൻ്റെ പിന്നാലെ വന്നു. പാട്ടെന്ന് എങ്ങനെയാണ്? കാശ് കൊടുത്തിട്ട് ഇതിൻ്റെ സാധനങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നവര്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹ് 3 തവണ സത്യം ചെയ്തുകൊണ്ടാ പറഞ്ഞത്. 3 തവണ ഹദീസ് ഇമാം ഹാക്കിം എന്നവരെ മുസ്തദർക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന ലഹുവൽ ഹദീസ് ലഹുവൽ ഗിനാ, അനാവശ്യമായ ആശ്വാസമല്ലാത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടുകളെ കുറിച്ചാണ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകൾ. അവര് പിഴച്ചവരാണ്, മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവരുമാണ് എന്ന് അല്ലാഹു തആല പറയാൻ കാരണം ഈ ആയത്തിറങ്ങുന്ന 2 ആളിലാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഖത്വൽ, നബി തങ്ങൾ വധിക്കാൻ വേണ്ടി പറഞ്ഞ ആള്. മറ്റൊരാള് നദർ ഇബ്നുൽ ഹാരിസാണ്. അയാൾക്ക് പാട്ടുപാടുന്ന ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, പാട്ടുകാരിയാണ്. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോ നദർ ഇബ്നുൽ ഹാരിസ് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഖുർആനിനേക്കാളും ഒക്കെ രസമുള്ള പാട്ട് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വാ. അങ്ങനെ പാട്ട് പാടിച്ച ആളുകളെ ഖുർആനിൽ നിന്ന് മാറ്റുകയായിരുന്നു നദർ ഇബ്നുൽ ഹാരിസിന്റെ ജോലി. അയാളുടെ വിഷയത്തിലാണ് അല്ലാഹു ആയത്തിറക്കിയത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. നദർ ഇബ്നുൽ ഹാരിസ് അയാൾ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. നദർ ഇബ്നുൽ ഹാരിസിനെ വധിച്ചത് ബദർ യുദ്ധത്തിലെ ക്യാപ്റ്റീവ്സ്, ഉസാറാ ബദർ, ബദറിലെ ചിറപ്പുള്ളികൾ, ബദറിൽ ബന്ദികളാക്കി പിടിക്കപ്പെട്ട ആളുകളിൽ 70ഓളം ആളുകളിൽ 2 ആളുകളെയാണ് നബി ഞങ്ങളെ വധിക്കാൻ പറഞ്ഞത്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു, ഒന്ന് ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് ആണ്, മറ്റൊന്ന് നദർ ഇബ്നുൽ ഹാരിസ് ആണ്. നദർ ഇബ്നുൽ ഹാരിസിനെ വധിക്കാൻ കൊണ്ടുപോകുമ്പോൾ അയാൾ ചോദിച്ചു, അഖ്തലു ദൂര അസ്ഹാബി, എൻ്റെ കൂടെ എത്രയോ യുദ്ധം ചെയ്ത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട 10-70ഓളം ആളുകൾ ഉണ്ടായിരിക്കെ എന്നെ മാത്രം എന്തിനാ നിങ്ങൾ വധിക്കാൻ വിധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നഅം لأن من اتخذ جارية لتغني ولتصد الناس عن القرآن. പാട്ടുപാടുന്ന ഒരു സംഘമുണ്ടാക്കുകയും ആ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് മക്കയിലും മദീനയിലും ഉടനീളം തിന്മ പരത്തുകയും അശുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ അശുദ്ധിയിലാവാൻ അത് കാരണമാകും. അതുകൊണ്ട് ചീഞ്ഞളിഞ്ഞു പോയ അവയവം മുറിച്ചു മാറ്റുന്ന പോലെ നദർ ഇബ്നുൽ ഹാരിസേ, നിന്നെ മാറ്റേണ്ടതുണ്ട് ഭൂമുഖത്ത് നിന്ന്. അങ്ങനെ വധിക്കപ്പെട്ട ആളാണ്. ഈ 2 പേരും വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. നമ്മൾ അറിയണം, എന്തിനെന്നറിയോ? ഒരു സമൂഹത്തിന്റെ സംസ്കാരം നശിപ്പിക്കുന്നവരെ, മനുഷ്യത്വം നശിപ്പിക്കുന്നവരെ, മനുഷ്യർക്കിടയിൽ പൈശാചികത പരത്താൻ ഉദ്ദേശിക്കുന്നവരെ, അത്തരം ആളുകളെ വിശുദ്ധ ദീൻ കാണുന്നത് വളരെ ഗൗരവത്തിലാണ്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അവർ 2 പേരും വധിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ. അതുകൊണ്ട് ലഹുൽ ഹദീസിനെ കുറിച്ച് അത് പാട്ടാണ് എന്ന് 3 പ്രഗൽഭരായ സ്വഹാബിമാര്, താബിഈയായ മഹാനായ ഖാസിം ഇബ്നു മുഹമ്മദ് എന്നവരെ, മദീനയിലെ ഫുഖഹാ ഉസ്സബഇൽപ്പെട്ട 7 ഫുഖഹാക്കൾപ്പെട്ട ഒരാളാണ് ഖാസിം ഇബ്നു മുഹമ്മദ് എന്നവരെ. താബിഈങ്ങളിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇവര് 3 പേരും ഈ ആയത്തിന്, ഒരു സ്വഹാബിയും താബിഈയും താബിഈയും ഇത് പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തെളിവ് നമ്പർ 2, ഇതാണ് സൂറത്തുൻ നജ്മ്. മദ്യം നിരോധിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇതുപോലെയുള്ള വാദ്യമേളങ്ങൾ ഇസ്ലാം നിരോധിച്ചു എന്ന് പറയുന്നത് ഈ ആയത്തിൽ നിന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
സൂറത്തുൻ നജ്മിന്റെ അവസാന ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതദ്ഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. ഈ വിശുദ്ധ ഖുർആൻ കേട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ട് ഓടുകയാണോ? വതദ്ഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ആർത്തിച്ചിരിക്കുകയാണോ? കരയുന്നില്ലേ നിങ്ങൾ? വഅൻതും സാമിദൂൻ, നിങ്ങൾ പാട്ടുപാടി കളിക്കുകയാണോ? അതാണോ വേണ്ടത്? ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ, നിങ്ങൾ സർവേശ്വരനായ, നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള കാതും മനസ്സും ബ്രെയിനും തലച്ചോറും നിങ്ങൾക്ക് ശബ്ദവീജികൾ നൽകിയ, ശബ്ദമധുരിമ നൽകിയ അള്ളാഹു, ജീവൻ നൽകിയ അള്ളാഹു, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന സ്കില്ലുകൾ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്? വഅൻതും സാമിദൂൻ. എന്താണ് ഈ സുമൂദ് എന്ന് പറഞ്ഞാൽ? സുമൂദ് എന്ന് പറഞ്ഞാൽ അൽ ഗിനാഉ ബിലുഗത്തി ഹിമ്യർ. ഹിമ്യർ ഗോത്രത്തിൽ അവരുടെ ഭാഷ പ്രകാരം സുമൂദ് എന്ന് പറഞ്ഞാൽ അൽ ഗിനാഉ പാട്ടുകളാണ് എന്ന്. വഅൻതും സാമിദൂൻ, നിങ്ങൾ പാട്ടുപാടുകയാണോ? മുഗന്നൂൻ. ഉലമാഉൽ ലുഗ സുമൂദ് എന്ന് പറഞ്ഞാൽ അസ്സഹ്വു വൽ ഗഫലതു വൽ ലഹു വൽ ഇറാദ്, ആഭാസമല്ലാത്തത്, ആശ്വാസമല്ലാത്തത്, മനുഷ്യൻ അശ്രദ്ധനാക്കി കളയുന്നത്, അള്ളാഹുവിൽ നിന്ന് മുഖം തിരിക്കുന്നത്, ഇത് തന്നെയാണല്ലോ ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ എന്താണ് ചെയ്തത് നമ്മൾ ആലോചിക്കണം. നബി തങ്ങൾ കുഞ്ഞായിരുന്ന നേരത്ത് മുത്തുനബി തങ്ങൾ മക്കയിലൂടെ നടക്കുമ്പോൾ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ, ഒരു മലയുടെ അരികത്ത്. മക്ക മുഴുവൻ മലകളാണ് അല്ലേ? പോയവർക്ക് കണ്ടവരൊക്കെ അറിയാം, മക്ക മുഴുവൻ മലകളാണ്. അതിൽപ്പെട്ട ഒരു മലയുടെ ഓരത്ത് ഒരു വിവാഹം നടക്കുന്നിടത്ത് വാദ്യമേളകൾ നടക്കുന്നു. അന്ന് നബിയല്ല, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചു ബാലനാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചെവി കൊണ്ട് അള്ളാഹു അത് കേൾപ്പിച്ചില്ല നബിതങ്ങളെ. നബിതങ്ങൾ ഒരു കുഞ്ഞെന്ന നിലക്ക് ആ വാദ്യമേളയുടെ അരികത്തേക്ക് ചെന്നു. കേൾക്കാൻ വേണ്ടി കൗതുകമുണ്ടാവും കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെയാണ്. അടുത്തേക്ക് വന്നു. അവിടേക്ക് എത്തുമ്പോഴേക്കും നബിതങ്ങൾ അവിടെ ഇരുന്നു പോവുകയും ആ രാത്രിയിൽ കിടന്നുറങ്ങുകയും ചെയ്തു. രാവിലെ നേരം വെളുത്തപ്പോഴാ നബിതങ്ങൾ ഉണരുന്നത് പോലും. തങ്ങൾക്ക് ആ വീടിനരികത്തേക്ക് പോകാതെ നബിതങ്ങളെ ഉറക്കുകയാണ് ഉണ്ടായത്. അല്ലാഹു മുത്തുനബിതങ്ങൾ അത് കേട്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ നമ്മളൊരു ചൂളം വിളിക്കുക, അത് പിശാചിൻ്റെതാണ് എന്ന് പറയാറുണ്ട്. വലിയൊരു പഴമക്കാരൊക്കെ പറയും അത് ശരിയാണ്. അത് വിശുദ്ധ ഇല്ല മുഖാഅം വതസ്ദിയ, വിസില് വിളിക്കുക, കൈകൊട്ടിപ്പാടുക, ഇങ്ങനെയായിരുന്നു മുശ്രിക്കുകളുടെ ഇബാദത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിസില് വിളിക്കുക എന്നാണ്. വിസിലടിക്കുക എന്ന് പറയില്ലേ? ഒരു അത്യാവശ്യത്തിന് ഒരു റഫറിയാണ്, അല്ലെങ്കിൽ റോഡ് കൺട്രോൾ ചെയ്യുന്ന ട്രാഫിക് പോലീസ് ഓഫീസറാണ്, ആൾക്ക് ഉപയോഗിക്കാം. അത്യാവശ്യങ്ങൾ അതിനല്ലേ നമ്മൾ വിരല് വെച്ചിട്ട് ചൂളം വിളിക്കുന്ന പരിപാടി, അത് പിശാചിൻ്റെതാണ്. അതങ്ങനെ തന്നെയാണ്. നമ്മൾ പറയും അതൊക്കെ വെറുതെ പറയാതിരിക്കും, അങ്ങനെയല്ല. അതിൽ പലതിനും അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനമില്ലാത്തതും ഉണ്ടാവാം, അത് നമുക്ക് തള്ളിക്കളയാം. പക്ഷെ ഇത് അടിസ്ഥാനമുള്ളതാണ്. ഒരു സംഭവം നോക്കൂ. നാഫിഅ മൗലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായിരുന്ന നാഫിഅ എന്നവർ പറയാണ്, ഞാൻ മഹാനായ ഹബീബിന്റെ സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നു പോകുമ്പോൾ ഫസമിഅ സൗത റാഇൻ യുസമ്മിറു ബിസമ്മാറ, ഒരു ഫ്ലൂട്ട് ഉപയോഗിച്ചിട്ട്, ഫ്ലൂട്ടില്ലേ, ഒരു ഫ്ലൂട്ട് വെച്ചിട്ട് ഒരു റാഇ ഷെപ്പേർഡ്, ആട്ടിടയൻ, ആടുകളെ മേയ്ക്കുന്ന ഒരാള് ഒരു ഫ്ലൂട്ട് വെച്ചിട്ട് ഇങ്ങനെ പാട്ടുപാടുന്നുണ്ട്. അങ്ങനെ അവർക്ക് ചില കലാബോധമൊക്കെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അയാളിങ്ങനെ ഫ്ലൂട്ട് വെച്ചിട്ട് പാട്ടുപാടാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നാഫിഅ എന്നവരോട്, നാഫിഅേ ചെവിയിൽ ചെവിയിൽ വിരൽ വെച്ചേക്ക്. ഇബ്നു ഉമർ എന്നവർ ചെവിയിൽ വിരൽ വെച്ചു ഓടുകയാണ്. നാഫിഅേ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. വീണ്ടും വിരൽ വെച്ച് ഓടി. കേൾക്കുന്നുണ്ടോ? ഉണ്ട്.
വീണ്ടും ഓടി, അങ്ങനെ കേൾക്കാത്തിടം വരെ മഹാനവറുകൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. ഒരു ഫ്ലൂട്ട്, നമ്മൾ ഇന്നത്തെ ഒരു റോക്ക് മ്യൂസിക്കോ ഒരു റാപ്പ് മ്യൂസിക്കോ അല്ല ഒരു വെസ്റ്റേൺ മ്യൂസിക് അല്ല ഈ കേൾക്കുന്നത്. വളരെ സിമ്പിളായ മരുഭൂമിയിലെ ഒരു ആട്ടിടയൻ്റെ ഒരു ഫ്ലൂട്ട് അയാൾ പ്ലേ ചെയ്തപ്പോൾ ഉണ്ടായ ശബ്ദവീചികൾ. എന്തെന്നറിയോ? ഇത് നമ്മുടെ നന്മക്ക അള്ളാഹു. എന്തെന്നറിയോ? നമ്മുടെ ഹൃദയം വിശുദ്ധ ഖുർആൻ കൊണ്ട് നിറയേണ്ടതാണ്. ഖുർആനിനോട് ഹബ്ബ് വരേണ്ട കൽബാണിത്. വിശുദ്ധ ഖുർആൻ കൊണ്ട് വെളിച്ചം നമ്മുടെ ഹൃദയത്തിന് വന്നാൽ നാളെ ഖബറിൽ വെളിച്ചമാണ്, നാളെ സിറാത്തിൽ വെളിച്ചമാണ്, മഹ്ശറിൽ അത് വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മെ ഊതിക്കെടുത്താൻ ആ സ്ഥാനത്ത് മുഴുവൻ പിശാചിന്റെ മന്ത്രങ്ങൾ കൊണ്ടുവന്ന് നിറക്കുകയാണ്. അത് നിങ്ങൾ ചെയ്യല്ലേ. ഒരൊറ്റ ജന്മമേ നിങ്ങൾക്കുള്ളൂ, 2 ജീവിതമില്ല. ആ ഒരു ജന്മം നിങ്ങൾ ഇരുട്ടിലായി പോവല്ലേ, നിങ്ങൾ വെളിച്ചത്തിലേക്ക് വാ. ഇതാ നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ നന്മയിലേക്ക് എത്തിച്ചു തരട്ടെ. നമ്മൾ കേൾക്കുന്നത് നമ്മുടെ സംസ്കാരമായി മാറും, നമ്മൾ കാണുന്നത് അത് നമ്മുടെ അഭിരുചിയായി മാറും, അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത്. വ്യഭിചാരത്തിലേക്ക് പോവല്ലേ എന്ന് പറയാൻ അള്ളാഹു ആദ്യം പറഞ്ഞെന്താ? വിശ്വാസിനികളോട് കണ്ണു ചിമ്മാൻ പറയണം എന്നാണ്, അല്ലേ? കണ്ണു ചിമ്മാൻ പറയണം നബിയേ, അവരോട് വ്യഭിചരിക്കരുത് എന്ന് പറയണം. കാരണം കണ്ണിലൂടെയാണ് പ്രേമമുണ്ടാകുന്നത്, കണ്ണിലൂടെയാണ് അനുരാഗമായി മാറുന്നത്, കണ്ണിലൂടെയാണ് ഒരു പ്രേമം ഭ്രാന്തായി മാറുന്നത്, കണ്ണിലൂടെയാണ് അത് പിന്നെ വ്യഭിചാരത്തിലേക്കും അവിഹിത ബന്ധത്തിലേക്കുമുള്ള വഴികളായി മാറുന്നത്. അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കാത്തവർക്ക് വ്യഭിചാരം സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ ചെറിയ വിഷയങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? വഹു ഇൻദല്ലാഹി അദീം. ഇത് അല്ലാഹുവിൻ്റെ അടുത്ത് വലിയ വലിയ വിഷയങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ചെവിയിൽ കൈവച്ച് ഓടിയപ്പോ നാഫി എന്നവർ ചോദിച്ചു, ഇബ്നു ഉമർ, എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, കുൻതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നടക്കുമ്പോ ഫസമിഅ സൗത യറാ, ഹബീബായ നബി തങ്ങൾ ഒരു വാദ്യ ഉപകരണം, യറാ ഒരു വാദ്യ ഉപകരണത്തിന്റെ പേരാണ്, ആലത്തുൻ യുസമ്മറു വയുഗന്ന ബിഹ, ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് യുറാ. ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ഒരാൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നത് നബിതങ്ങൾ കേട്ടു. ഞാൻ ചെയ്ത പോലെ നബിതങ്ങൾ വിരൽ ചെവിയിലിട്ട് നബിതങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സമയം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഒരു വളരെ അത്യപൂർവമായ ഒരു ഹദീസ് അബി ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ. അപ്പോൾ പറയും, വേറൊരു ഉസ്താദ് വേള പറയുന്നുണ്ടല്ലോ മ്യൂസിക് പറ്റുമെന്ന് പറഞ്ഞിട്ട്, വേറൊരു ഉസ്താദിൻ്റെ ഫത്വ ഉണ്ടല്ലോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, ഈ മുസ്ലിയാർ മാത്രം എന്താ ഇങ്ങനെ പറയണത്? ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി പറയാൻ പോകുന്ന ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. നബി തങ്ങൾ പറയാൻ, ലയകൂനന്ന മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തികളിൽ വരാൻ പോകുന്നുണ്ട് അഖ്വാമുൻ ചില ആളുകൾ, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, വ്യഭിചാരം ഹലാലാണെന്ന് പറയുന്നവര്. അവരെങ്ങനെ പറയാ? വ്യഭിചാരം കുഴപ്പമൊന്നുമില്ല, അതിന് പൈസ കൊടുത്താൽ മതി. ആത്തൈത്തും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, ആ ആയത്ത് മഹർ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞ ആയത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പൈസ കൊടുത്താൽ കുഴപ്പമില്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ ഉമ്മത്തികളിൽ വരും, തങ്ങൾ പറയാം, മുസ്ലിമീങ്ങൾ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങും, വ്യഭിചാരം കുഴപ്പമില്ലല്ലോ. എൻ്റെ ഉമ്മത്തികളിൽ വരാനുണ്ട് അഖ്വാമുൻ ചില ആളുകൾ, സമൂഹങ്ങൾ, ആൾക്കൂട്ടങ്ങൾ, യസ്തഹില്ലൂനൽ ഹിറ വ്യഭിചാരം ഹലാലാണെന്ന് വരുത്തും അവർ, വൽ ഹരീറ പട്ടുടയാടകൾ ആണുങ്ങൾക്ക് ഹലാലാണെന്ന് പറയും, വൽ ഖംറ കള്ള്, വിസ്കി, അത് ഇതെന്നൊക്കെ പേരിട്ട് വിളിച്ചിട്ട് അതിന് കുഴപ്പമില്ലെന്ന് പറയും, വൽ മആസിഫ് മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് പറയുന്നവർ എൻ്റെ ഉമ്മത്തിൻ്റെ ആഖിർ സമാനിൽ വരാനുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂട്യൂബൊക്കെ നോക്കുന്ന ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ചും അതിൽ പലതും വരും, പല ഭാഷയിലും, ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും മലയാളത്തിലും തമിഴിലും ഒക്കെ എല്ലാ പ്രാസംഗികന്മാരും കിട്ടുമല്ലോ അവിടെ ചെന്നാൽ. അപ്പോൾ പലരും ഇങ്ങനെ അവനവൻ ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് ആരാ കുഴപ്പമില്ല എന്ന് പറയുന്നത്, നമ്മൾ മൂപ്പരൊപ്പാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ പലരും കാണാൻ പറ്റും. നബി തങ്ങൾ പറയാ, അവർ പറയും ഇത് ഹലാലാണ്, ഹലാലല്ലാത്തതിനെ ഹലാലാക്കുന്നതാണ് നബി തങ്ങൾ ഈ പറയുന്നത്. വലയൻസിലന്ന അഖ്വാമുൻ ഇലാ ജംബി അലമിൻ തറൂഹു അലൈഹിം ബിസാരിഹ. നോക്കണം, ഇവരിൽപ്പെട്ട ആളുകൾ മ്യൂസിക് ഉപകരണങ്ങളുമായിട്ട് ഒരു ക്യാമ്പിങ്ങിന് പോകും, ഒരു പർവ്വതത്തിൻ്റെ താഴെ നൈറ്റ് ക്യാമ്പിങ്, ഡെസേർട്ട് ക്യാമ്പിങ്, അവർ മൗണ്ടനിയറിങ്,
മല കയറാനും കയാക്കിങ്ങിനും അതുപോലെ തന്നെ ജോഗിങ്ങും ഒക്കെയായിട്ട് മലയോരങ്ങളിലേക്ക് പോകുന്ന ഒരു വിനോദ സംഘം നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഅതീഹിം ലുജാജ, അവർക്ക് അവരുടെ അരികത്തേക്ക് ഫഖീറായ മിസ്കീനായ ഒരാൾ വരും. അയാളോട് അയാൾ ചോദിക്കും, എന്തെങ്കിലും എനിക്ക് തരുമോ? കാരണം പൈസ അടിച്ചു പൊളിക്കാൻ വന്ന ആളുകൾ, വാഹനം നിറയെ കള്ളുകുപ്പിയായിട്ട് അവർ പോവുക, വാദ്യമേളകളും മ്യൂസിക്കും അതിൻ്റെ ഓർക്കസ്ട്രയും ഒക്കെ കയ്യിലുണ്ട്. അങ്ങനെ അവർ അടിച്ചു പൊളിക്കാൻ പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരികളോട് ആ നാട്ടിലെ ഒരു മിസ്കീൻ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും സഹായം തരുമോ, അന്നമില്ലാതെ വിശന്നിരിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ അവർ പറയും, ഇർജി ഇലൈനാ ഗദൻ, നാളെ വാ, ഞങ്ങൾ എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞ് ഒന്നും കൊടുക്കാതെ ആ മനുഷ്യൻ അവർ തിരിച്ചയക്കും. ഫയുബീതുഹുമുല്ലാഹ്, അന്ന് രാത്രി അവർ അവിടെ കിടന്നുറങ്ങും. വയളഉൽ അലം, ആ പർവ്വതത്തെ അവർക്ക് മീതെ അല്ലാഹു മറിച്ചിട്ടുണ്ടാകും. വയംസഹു ആഖരീന ഖിറദതൻ വഖനാസീറ ഇലാ യൗമിൽ ഖിയാമ, ആ പർവ്വതത്തിന്റെ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നവർ, അവിടെ ഒരു കൊടുങ്കാറ്റിലോ ഒരു ഭൂകമ്പത്തിലോ രക്ഷപ്പെടുന്ന ആളുകളെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു അവരെ കുരങ്ങുകളും പന്നികളുമാക്കിയിട്ട് മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു, ദുനിയാവിൽ ഒരു പന്നിയോ കുരങ്ങനോ ആയി മാറാത്തവരെ യംസഖുഹും അല്ലാഹു ഖിറദതൻ വഖനാസീറ ഫീ ഖുബൂരിഹിം, അവരുടെ ഖബറുകൾക്കുള്ളിൽ അല്ലാഹു അവരങ്ങനെ മാറ്റിക്കളയുമെന്നാണ് ഇതിൻ്റെ സാരമെന്ന് മഹാന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇത് നിങ്ങളൊരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇത് നിങ്ങളൊരു സംസ്കാരത്തെയാണ് തകർക്കുന്നത്. ഒരു സമൂഹത്തിന്റെ മൂല്യമാണ് അവിടെ തകർന്നു പോകുന്നത്. അതിൻ്റെ പേരിലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ കാരണം. മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, അൽ മആസിഫ്, ഹലാൽ വൽക്കരിക്കുന്ന വിഷയങ്ങളിൽ മആസിഫ് ഉണ്ട്. എന്താണ് മആസിഫ്? ആലാതുൽ മലാഹി വൽ ഗിനാ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളാണ് എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയാൻ. യസ്തഹില്ലൂനൽ മആസിഫ് എന്നതിന് കൊടുത്ത അർത്ഥം അതാണ്. സമയം വൈകിക്കൊണ്ടിരിക്കുന്ന ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പിശാചിന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നല്ലത് കേൾക്കാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 4 മദ്ഹബിന്റെ ഇമാമുമാരും ഇത് ഹറാമാണെന്ന് ഫത്വ കൊടുത്തവരാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ആദ്യം മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അന്ന സമാഅൽ ഗിനാഇ ഫിസ്ഖുൻ, ഈ നിരന്തരം പാട്ട് കേട്ട് നടക്കുന്ന ആളുകൾ ഫാസിഖുകളാണ് എന്ന് ഫത്വ കൊടുത്ത മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. രണ്ടാമത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് എന്നവരോട് പറയാൻ, മാലിക് ഇമാമേ, ഈ പാട്ടിന് വല്ല കുഴപ്പമുണ്ടോ, മ്യൂസിക്കിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ ചോദിച്ചു, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നന്മയും തിന്മയും അള്ളാഹു വേർതിരിക്കുമ്പോൾ നിന്റെ ഈ മ്യൂസിക്കും പാട്ടും സിനിമയും അള്ളാഹു നന്മയുടെ കൂട്ടത്തിലാണോ വെക്കുക, തിന്മയുടെ കൂട്ടത്തിലാണോ? അയാൾ പറഞ്ഞു, തിന്മയുടെ കൂട്ടത്തിലാണ്. തിന്മ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? ബാത്തുൽ നരകത്തിലേക്കാണ്. പൊയ്ക്കോ, നീ ചോദിച്ച ചോദ്യത്തിന് നീ തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു. 100ഓളം സ്വഹാബികളെ കണ്ട മഹാനാണ്, താബിഈയാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദ് എന്ന് പോരുമ്പോൾ മഹാനവർ പറഞ്ഞു, വഖല്ലഫ്തു ഫീഹാ ഷൈഅൻ വറാഇ അഹ്ദസഹു അസ്സനാദിഖ, നിരീശ്വരവാദികളായ ആളുകൾ ബഗ്ദാദിൽ ഉണ്ടാക്കിയ ഒരു തരം അനാവശ്യം ഞാൻ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അവര് ജനങ്ങളെ ഫിത്നയിലാക്കുകയാണ്. യുസമ്മൂനഹു തഖ്ബീർ, മ്യൂസിക് ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള വാദ്യമേളകൾ, മ്യൂസിക് നൈറ്റുകൾ. അതിന് ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ അതിന് ഉത്തരവാദിയല്ലേ, അത് ചെയ്യുന്നവർ മുഅ്മിനീങ്ങളല്ലെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട് മഹാനായ ഷാഫിഈ ഇമാം. അഹ്മദ് ബിൻ ഹംബൽ എന്നവരുടെ വിഷയങ്ങൾ അതിലേറെ. അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ പാട്ട് നടക്കുന്ന ഒരു വീട്ടിൽ കയറിയിട്ട് ആ വീട്ടുകാരോട് നിർത്ത് എന്ന് പറഞ്ഞ് വീട്ടുകാരോട് വാതിൽ തുറപ്പിച്ച് അത് നിർത്തിപ്പിച്ച മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. എൻ്റെ മുഅ്മിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് അവൻ്റെ ഖുർആനിലേക്കും അവൻ്റെ ദീനിലേക്കും അടുക്കുകയും അല്ലാഹുവിനെ സംബന്ധിച്ച് ധാരാളം പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ടെ, ഇതുപോലെയുള്ള വാദ്യമേളകളും മ്യൂസിക്കും വീട്ടിൽ കയറ്റുന്ന ആളുകൾ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ TV സംസ്കാരമൊക്കെ അതിൽ പെട്ടു.
അങ്ങനെ ഒരാൾ മരിച്ചുപോയാൽ മുസ്ലിമീങ്ങളെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യണം, അവർക്ക് മയ്യത്ത് നിസ്കരിക്കണം. നമ്മുടെ മദ്ഹബിന്റെ അഭിപ്രായം അതാണ്. ഏത് മുസ്ലിമീങ്ങളിലെ എന്ത് അവാന്തര വിഭാഗമാണെങ്കിലും കുഴപ്പമില്ല എന്നാണ്. ഈ മദ്ഹബിലെ പ്രബലപ്പെട്ട അഭിപ്രായം അതാണ്. മുസ്ലിമാണോ അവൻ സുന്നിയാണോ അല്ലേ എന്നതല്ല ഇവിടെ വിഷയം. അവരെ മയ്യത്ത് കുളിപ്പിക്കും വേണം, അവർക്ക് മയ്യത്ത് നിസ്കരിക്കുകയും വേണം, അവർ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെടേണ്ടവരുമാണ്. ഇതാണ് അഹ്ലുസുന്നയുടെ അഖീദയും അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാടും ഫിഖഹിന്റെ മസ്അലയും അങ്ങനെയാണ്. മറുത്തഭിപ്രായം പറയുന്ന ആളുകളുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ നമ്മുടെ മദ്ഹബുകാരനല്ലെങ്കിലും മഹാനായ മഖ്ഹൂൽ ദിമശ്ഖി റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖ് അഹ്ലി ഷാം, ഷാമുകാരുടെ ഷെയ്ഖ് എന്നറിയപ്പെട്ടിരുന്ന മഹാനവറുകൾ ഹംബലി മദ്ഹബുകാരൻ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇമാം ഖലാൽ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ പ്രസിദ്ധമായ കിതാബിൽ മഹാനവറുകൾ പറഞ്ഞു, മൻ മാത വഇൻദഹു ഖൈന ഔ മുഗന്നിൻ ലാ യുസല്ല അലൈഹി ലിഅന്നഹു സയുംസഖു ഫീ ഖബ്രിഹി. പാട്ടുപാടുന്ന ഒരു ടീമുമായി നടക്കുന്ന ഒരാൾ, പാട്ടിന്റെ ഉപകരണങ്ങളും മ്യൂസിക്കും ഓർക്കസ്ട്രയും മ്യൂസിക്കിന്റെ ഉപകരണങ്ങളും വീട്ടിൽ വെച്ച ഒരാൾ മരിച്ചുപോയാൽ ലാ യുസല്ല അലൈഹി, അയാൾക്ക് മയ്യിത്ത് നിസ്കരിക്കരുത്. ഫഇന്നഹു സയുംസഖു ഫീ ഖബ്രിഹി, തന്റെ ഖബറിൽ അയാൾ കുരങ്ങോ പന്നിയോ ആയി രൂപം വരിക്കപ്പെടാൻ പോകുന്ന ആളാണ് എന്ന് ഫത്വ കൊടുത്ത ആലിമീങ്ങളുണ്ട്. നമ്മുടെ മസ്അല അതല്ല, നമ്മുടെ മദ്ഹബ് പ്രകാരം ഇതല്ല വിഷയം. അങ്ങനെ ഒരാൾ മരിച്ചാലും പ്രത്യക്ഷത്തിൽ മുസ്ലിമാണോ അയാൾക്ക് നിസ്കരിച്ചേ പറ്റൂ. പക്ഷേ ഇങ്ങനെ ഫത്വ കൊടുത്ത ആലിമീങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഈ വിഷയം ഇത്രയും ഗൗരവമാണ് എന്ന് പറയാനാണ്. സമയം വളരെ ചുരുങ്ങിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരട്ടെ. അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കുകയും അവന് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമുള്ളതാക്കി തരികയും ചെയ്യട്ടെ.